മോഡലിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ മുഖ്യപ്രതി സിന്ധുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിക്കുകയാണ്. ജൂൺ 4 വരെയാണ് സിന്ധുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഒരാൾ കൂടി ഇന്നലെ പിടിയിലായിരിക്കുന്നു. കേസന്വേഷണം ഏതുവരെയാണ് എത്തി നിൽക്കുന്നത്? ശ്രീജ, ഏതായാലും ഈ മോഡലിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തിയിട്ടുള്ള മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റിന് വേണ്ടിയുള്ള ഈ മനുഷ്യക്കടത്തിൽ വലിയ രീതിയിൽ തന്നെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രധാന പ്രതിയായിട്ടുള്ള സിന്ധുവിനെ ഇന്നലെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. ഈ സിന്ധുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ സിന്ധുവിന് വലിയ രീതിയിൽ തന്നെ ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട്. മാത്രമല്ല ഇവർ പല സ്ത്രീകളെയും ഇത്തരത്തിൽ ഉണ്ടാകാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ എത്താൻ ഉള്ള സാധ്യത കൂടി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല ഈ ഒന്നാം പ്രതിയാണ് സിന്ധു, കൂടാതെ തന്നെ മറ്റ് 4 പ്രതികൾ കൂടിയുണ്ട്. ഈ 4 പ്രതികളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിനുള്ള തെളിവുകളടക്കം കോടതിയിലേക്ക് പോലീസ് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ കൂടുതലായി ചോദ്യം ചെയ്യണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ ഇവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയും പോലീസ് സമർപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പരാതിക്കാരി 2 പരാതികളാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരു പരാതി ബ്യൂട്ടി പാർലറിലെ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട്, അത് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ആ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു യുവതിയെ ദുബായിൽ എത്തിക്കുകയും പിന്നീട് മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിൽ ഇവരെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളൊരു പരാതിയാണ് ഉണ്ടായിരുന്നത്. ഈ പരാതിയിൽ പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി, ആ കമ്പനി സിന്ധുവിൻ്റെ മകളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ കമ്പനിയുടെ പരസ്യത്തിലടക്കം അഭിനയിച്ചിട്ടുള്ള ചില താരങ്ങളുണ്ട്. ഈ താരങ്ങളെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടിയാണ് പ്രധാനമായിട്ടും പുറത്തു വരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഈ താരങ്ങൾക്ക് ഈ സംഭവങ്ങളുമായി ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഇവന്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഒരു വിശ്വസ്തത ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ താരങ്ങളെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ പണം ലഭിച്ചിട്ടുണ്ട്, താരങ്ങൾക്ക് ഈ കാര്യത്തിൽ അറിവുണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് പരിശോധിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഈ കേസിലെ മറ്റൊരു പ്രതിയെ കൂടി ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാവേലിക്കര സ്വദേശിയായിട്ടുള്ള ബിലാൽ എന്ന വ്യക്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടിയാണ് പ്രധാനമായിട്ടും പിടിയിലാകാനുള്ളത്.